എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ്. അത് നമ്മുടെ കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ബോൺ അതുപോലെ തന്നെ മസിൽ ഇമ്മ്യൂണിറ്റി പവറൊക്കെ സ്ട്രോങ് ആയി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ ഈ വൈറ്റമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ആളുകൾക്ക് ബാക്ക് പെയിന് അല്ലെങ്കിൽ ബോൺ പെയിന്, അതുപോലെ ഒരു കൂടുതൽ സമയം ഒരു ടയേർഡ് ഫീൽ ചെയ്യുക, കൂടുതൽ ഒരു എനർജി ഒന്നും ഇല്ലാതെ ആകെ ഒരു ടയേർഡായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക. ഏത് സമയത്തും നമ്മൾ ഈവൻ നന്നായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വരെ നമുക്കൊരു എനർജി ഇല്ലാതെ ഒരു ടയേർഡായിട്ടുള്ള ഫീല്, ഒരു ക്ഷീണം ഫീൽ ചെയ്യുക. കൂടുതലായിട്ട് നമ്മൾ സ്റ്റെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നടക്കുന്നൊക്കെ സമയത്ത് മസിലിന് പെയിന്, അല്ലെങ്കിൽ കാലിന് മുട്ടിന് വേദന, നടുവേദന, അങ്ങനെ സീവിയർ ആയിട്ടുള്ള ബോൺ പെയിനൊക്കെ ഉണ്ടാവുക. ചില ആളുകൾക്ക് കൂടുതലായിട്ട് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള പനി അല്ലെങ്കിൽ ജലദോഷം, ചുമ, അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുടി കൊഴിച്ചിൽ നന്നായിട്ട് കാണും. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വൈറ്റമിൻ ഡിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ വിറ്റമിൻ ഡി കുറവാണെങ്കിൽ ഇതേപോലത്തെ സിംറ്റംസൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഡീൻ്റെ ലെവൽ ഒരു നോർമൽ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യും, നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. നാച്ചുറലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയ മുട്ട, അതുപോലെ തന്നെ പാല്, നന്നായിട്ട് സാൽമൺ ഫിഷൊക്കെ കഴിക്കുക, അതുപോലെ മഷ്റൂം, വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിക്കുക. കൂടുതലായിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും രാവിലത്തെ വെയിൽ കൊള്ളുന്നത് കൊണ്ടും നമുക്ക് എന്ത് ചെയ്യും, ശരീരത്തിൽ വിറ്റമിൻ്റെ ലെവൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇനി വൈറ്റമിൻ ഡി അങ്ങനെ ചെക്ക് ചെയ്തിട്ട് കുറവുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്റ് അവൈലബിൾ ആണ്. അത് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അങ്ങനെ ഈ പറഞ്ഞ ഒരു സിംറ്റംസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ വിറ്റമിൻ്റെ ഡീൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.